അതെ, ഞാൻ ദേവിയാണ്. എന്റെ പൊന്നു മോനെ, മോന്റെ മുഖം ഒന്ന് നോക്കട്ടെ ഞാൻ. അതെന്നെ കേട്ടില്ല കുട്ടി, കാണാനും പറ്റുന്നില്ല, കേൾക്കുന്നില്ല. മോന്റെ മൊബൈലിനകത്തുള്ള പ്രകാശം അതായത് ദേവിയാണെന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തിന് ഈ ചെറിയ ചെറിയ കമന്റ്സിനെ ഭയപ്പെടേണ്ട ആവശ്യം? ഭയപ്പെടുന്നതല്ല, എന്തുകൊണ്ട് റിപ്ലൈ കൊടുക്കേണ്ട ആവശ്യം? അതാണ് ഞാൻ ചോദിക്കുന്ന ചോദ്യം. മോനിപ്പോ എന്നോട് സംസാരിക്കുന്നില്ലേ? അപ്പൊ ഞാൻ മിണ്ടാതിരുന്നാലോ? മോനെ, അത് തന്നെ അവരുടെ സംശയങ്ങൾ അവര് വന്ന് ചോദിക്കുവായിരുന്നു. കാരണം ദേവി എന്ന് പറയുന്ന കുറെ ആൾക്കാർ ആരാധിക്കുന്ന ഒരാളാവും. പിന്നെ പല കുട്ടികളും, ഞാനിപ്പോ ആരും വിശ്വാസമില്ലാതെ നിൽക്കണം. അപ്പൊ എങ്ങനെ വിശ്വാസം ഇല്ലേ? അതാ മോന്റെ കുഴപ്പം. ചെറുപ്പം മുതലേ ഓരോരുത്തരെ കാണുന്നുണ്ട്, എന്ത് ദൈവങ്ങളാണ്, ഇവര് വലിയ ആൾക്കാരാണെന്നൊക്കെ പറയുന്നുണ്ട്. ഈ വലിയ ആൾക്കാർ തന്നെ ഇങ്ങനെ തെറികൾ വിളിക്കുമ്പോ എന്താ പറയാ, കുട്ടികൾ പഠിക്കണതല്ലേ? അതാ ഞാൻ ചോദിച്ചത്. കുട്ടികള് പഠിക്കാനല്ല, കുട്ടികള് നിങ്ങളെ ദൈവത്തിനെ കണ്ടല്ലേ കുട്ടികളൊക്കെ പഠിക്കണത്. ദൈവത്തിന്റെ കാര്യങ്ങളാണല്ലോ കുട്ടികൾ. എന്തിനാ ദൈവത്തെ കണ്ടു പഠിക്കുന്നത്? എല്ലാ കുട്ടികളും മാതാപിതാക്കളും ദൈവം ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് പറയണത്, അല്ലേ? ഈ ദൈവങ്ങൾ എന്തിനാണ് തെറി വിളിക്കുന്നത്? ഞാൻ ചോദിക്കുന്നത്, ദൈവങ്ങൾ എന്തിനാ തെറി വിളിക്കുന്നതെന്ന്. ദേവി ദേവിയാണ്. എന്തിനു തെറി വിളിക്കുന്നത് ഞാൻ ചോദിക്കുന്നത്. എന്റെ പൊന്നു കുഞ്ഞ്, അതിന്റെ ആവശ്യം എന്താ? അതിന്റെ ആവശ്യമില്ലല്ലോ മോനെ. എന്റെ ദൈവങ്ങളല്ലല്ലോ. എന്റെ പേര് നാഗ സൈരന്ദ്രി ദേവി. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ?